അതാ കാണുന്ന ആ തലക്കെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണും. അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. ഇവിടെ അതാ കാണുന്നത് പെഡസ്ട്രിയൻ അണ്ടർപാസ്. നടന്ന് ഇതിനോട് ചേർന്നെത്തിയത്. ഇവിടെ അതാ ഇറങ്ങാനുള്ള ഏരിയ. ഇറങ്ങാൻ നമ്മളിറങ്ങിയാൽ ചിലപ്പോൾ ലാസ്റ്റത്തെ ഇറങ്ങലേക്കാരും, ആദ്യത്തെ അവസാനത്തെ ഇറങ്ങലേക്കാരും. ഇവിടെ ഇറങ്ങിയാൽ അവിടെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒരിറങ്ങിയ മാതിരി ആവില്ല നമ്മളിറങ്ങിയാൽ. നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല, നടന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ താറാവ് ഇരിക്കുന്നുണ്ട്, അത് കാണുന്നുണ്ടോ? അതാ അവിടെ കാക്ക. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാക്കനെ കാണുന്നത്. ഫുള്ള് പ്രാവുകളെ കണ്ടിട്ടുള്ളൂ. 3 ദിവസം മുന്നേ റൂമിൻ്റെ ബാൽക്കണിയിൽ ഒരു കാക്ക വന്നിരുന്നേ. അപ്പോഴാണ് കാണേണ്ടത്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കാക്കനെ. ഈ കാക്കകളൊക്കെ എങ്ങനെ അങ്ങോട്ട് എത്തുണ്ടാവുക അല്ലേ? എങ്ങനെ വരുന്നുണ്ടാവുകാവോ? ഫ്ലൈറ്റിൻ്റെ എന്തിൻ്റെങ്കിലും ഉള്ളിൽ കയറി ഇന്ന് വരുന്നുണ്ടാവുമോ അറിയില്ല. എങ്ങനെയോ ഇവിടെ കാക്കകൾ എത്തുന്നുണ്ട്. ദുബായ് കാക്കയാണ്, നാട്ടിലത്തെ കാക്കയല്ല. ആ കാണണേ ഇവിടെ, ആ കാണണം അവിടെ ഒരു ചെറിയ ഷെഡ് പോലെ കാണില്ലേ? അതാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ വെറും ബസ് സ്റ്റോപ്പ് അല്ല, വിത്ത് വൈഫൈ AC. അതാണ് ബസ് സ്റ്റോപ്പ്. നമ്മളെ നാട്ടിൽ 1-2 വന്നിരുന്നു. പിന്നെ അത് എല്ലാവരും ഹിന്ദിക്കാരും മറ്റേ പൊതുമുതലല്ലേ എല്ലാവരും കയറി തുപ്പിയിട്ടും ബാക്കി ഞാൻ പറയുന്നില്ല, ഒഴിവാക്കുക. ആ വർത്താനം വേണ്ട. പിന്നെ ഞാൻ അപ്പോഴേ കാണിച്ചത് അതാണ്. അതാ ആ സൈഡ്, അത് ആ സൈഡിൽ നിന്ന് ഗോൾഡ് സൂക്കുള്ള തോണില്ല. അപ്പോൾ ഇവിടുന്ന് ഗോൾഡ് സൂക്ക് കുറേ നടക്കാനുണ്ട്. ഇവിടുന്ന് കുറേ നടക്കണേ ഈ ഗോൾഡ് സൂക്ക്. എന്തെങ്കിലും നടന്നു. അപ്പോഴേ മെസ്സേജ് വന്ന് കലോറീസ് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടാർഗറ്റ് ഇപ്പോൾ കവറായി കുറച്ച് നേരത്തെ. 150 കലോറീസ്. ഞാൻ വെറുതെ വെച്ചാണ്, ഞാൻ നോക്കലില്ല. ഇതാണ് ദുബായ് പബ്ലിക് ലൈബ്രറി. ഇതാണ് ആ തോണികൾ. ഇതാണ് തോണികൾ. ഈ തോണികളുടെ ഇരുവശത്തും ആൾക്കാർ ഇരുന്നിട്ട് 1 ദിർഹം കൊടുക്കണം. അതായത് നാട്ടിലത്തെ 23 രൂപ 86 പൈസ. ആ 1 ദിർഹം കൊടുത്തിട്ട് ഇതിൽ പോവാം, ഈ തോണിയിൽ. അടിപൊളിയാണ്, അതൊരു വൈബാണ്. എന്തായാലും ഗോൾഡ് സൂക്കിൽ നിന്ന് തിരിച്ച് ആ തോണിയിൽ വരിക. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കസേരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഇരിക്കണില്ല. ഇപ്പോൾ ഇരുന്നാൽ ടൈം പോകണതറിയില്ല. ഇപ്പോൾ ഏകദേശം വീഡിയോ എടുത്ത് തുടങ്ങിയത് നമ്മൾ 5:10 ഒക്കെയാണ്. ഇപ്പോൾ ടൈം ഏകദേശം 5:50 കഴിഞ്ഞു. 5:52 കടന്നുകൊണ്ടിരിക്കുന്നു സൂര്യൻ. പിന്നെ ഭയങ്കര നോയ്സ് ഉണ്ട്. അത് ഇതിൻ്റെയാണ്, വണ്ടികൾക്കാണ്. ക്ഷമിക്കുക, എല്ലാം ഒച്ചകളല്ലേ, ആസ്വദിക്കണ്ടേ. വേർത്തിട്ട് മൂക്കിൻ്റെ തുമ്പത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്, അത് തുറച്ചതാണ്. പിന്നെ ബാക്കിൽ സൂര്യൻ ഇന്നെക്കാട്ടിയും ഭയങ്കര ഷോയിൽ വ്ളോഗ് കയറി വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് പ്രൊമോട്ടഡ് ആവുന്നുണ്ട് മൂപ്പര്. എന്താ സംഭവം അറിയില്ല. ഭയങ്കര ചൂട്, വേർക്കുണ്ട് നല്ലോണം. ചൂടല്ല പ്രശ്നം, ഭയങ്കര വേർക്കല. ഞാൻ വെറുതെ ഇരുന്നാലും വേർക്കും. കാറ്റൊന്നും ഇല്ലാത്തവിടെ വെറുതെ ഇരുന്നാലും ഞാൻ വേർക്കും. അത് വേറെ കാര്യം. വേർപ്പിനെ സുഖം. അവിടെ ലാൻഡ് ക്രൂസറും ഈ വണ്ടികൾ കണ്ടാൽ പെട്ടെന്ന് എൻ്റെ മൈൻഡ് ഡൈവേർട്ടായി പോകും. അത് പ്രത്യേകിച്ച് ഇതുവരെ കാണാത്ത ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ഡൈവേർട്ടായി പോകും. ഇവിടെയൊക്കെ ഈ തോണികൾ നിർത്തിയിട്ടാണ്. വീഡിയോ ഷെയ്ക്കിംഗ് ഉണ്ടോ? ഷെയ്ക്കിംഗ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സാധാരണ ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഈ സെൽഫി സ്റ്റിക്കിൽ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഭയങ്കര ടെക്നോളജിയാണ്. ഈ എല്ലാ ബോട്ടിൻ്റെ മേലെ ഈ കൂടി ഉണ്ടാവും. UAE ഒരു റേഞ്ച് റോവർ പോയതാണ് പാട്ടൊക്കെ വെച്ചിട്ട്. നടന്ന് ഗോൾഡ് സൂക്കിൻ്റെ ബോട്ട് തോണിക്കടത്തിൻ്റെ ഭാഗം എത്താനായി. ഇനി കുറച്ചുകൂടി നടക്കണം. ഞാൻ ബാക്ക് ക്യാമറ ആക്കിയിട്ട് കാണിച്ചു തരാം. അതാ കാണുന്നതാണ് ഗോൾഡ് സൂക്കിൻ്റെ കടത്ത് ഭാഗം. അവിടെ ഒരു ചെറിയൊരു കോട്ട പോലത്തെ ഒരു ബിൽഡിംഗ് കണ്ടില്ല അവിടെ. ഇതൊക്കെ ദുബായിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. പിന്നെ അതാണ് ഗോൾഡ് സൂക്ക്, അതാണ് എൻട്രൻസ്.
അത് ഗേറ്റ് 2 ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഓർമ്മ കറക്റ്റാണെങ്കിൽ ഗേറ്റ് 2 ആണ്. പിന്നെ ആ ഭാഗം കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് വരാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉണ്ട് പുറത്ത് റെസ്റ്റിങ് ടൈം. ഇവിടെയൊക്കെ തോണികളിങ്ങനെ അടുപ്പിച്ചിട്ട് ഇവിടെ കണ്ട് ചാടിയാലോ. തണുത്ത വെള്ളം കാണുമ്പോൾ ചാടാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ചാടിയാലത് അവസാനത്തെ ചാടലേക്ക് വരാം. ചാടിയതിന് ഫൈൻ അടിക്കും. പിന്നെ അതാണ് നമ്മൾ ചാടിയതിനാണ് പൈസ വാങ്ങുക, ഫൈന്. നല്ല ആടുണ്ട് ഈ ഭാഗം നല്ല ആടുള്ള സൈഡാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ തോണികളിങ്ങനെ അടുപ്പിച്ച് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ തോണി കെട്ടിയിടുന്ന സ്ഥലമാണ് റിച്ചാർഡ്സ് മറൈൻ. പണ്ട് ഇവിടെ അതായത് സ്പൈസസും കാര്യങ്ങളൊക്കെ കടത്തുന്ന ടൈമിൽ ഇവിടെ വലിയ വലിയ ബോട്ടുകൾ വന്നിട്ട് നിർത്തിയിട്ട് സാധനങ്ങൾ കയറ്റി ഇറക്കി പോയിട്ടുണ്ടായിരുന്നു എന്ന് ഓരോരുത്തർ പറഞ്ഞ് കേട്ടിക്കണേ. ഇതിവിടെ ഒരു കോണിയുണ്ട്, മൊബൈലായിട്ട് താഴെ ചാടിയ കഴിഞ്ഞു. അത് ഗേറ്റ് 1 ആണ് കേട്ടോ. അത് ഗേറ്റ് 1 ആണ് തോന്നുന്നുണ്ട്. ഇതാണ് ഗേറ്റ് 2. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച എൻട്രൻസ് മാറിപ്പോയി. അതിൻ്റെ ഇടയിൽ അവിടെ കൂടെ ഒരു വിമാനം പോകുന്നുണ്ട്. ഇവിടെ നിന്നൊരു കുപ്പി വെള്ളം വാങ്ങണം. ആ വെള്ളം വാങ്ങണ ടെക്നോളജി എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. നമ്മളെ നാട്ടിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാധനമാണ് വെൻഡിങ് മെഷീൻസ്. അതൊരു നല്ല സംഭവമാണ്. പക്ഷേ നമ്മളെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ അതും കൊണ്ട് ആൾ പോകും. പെട്ടി പിന്നെ പിറ്റേന്ന് ഉണ്ടാവില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച തയ്ക്കേക്കാരം, പിന്നെ സാധനം ഉണ്ടാവില്ല. ഇത് നമ്മളെ നാടിനെ ഡീഗ്രേഡ് ചെയ്യല്ല കേട്ടോ, ഇനി അങ്ങനെ വിചാരിക്കരുത്. നമ്മളെ നാട്ടിനെ ഡീഗ്രേഡ് ചെയ്യല്ലേ. നമ്മളെ നാട്ടിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസാണ് ഞാനീ പറയണത്. നിയമം ടൈറ്റല്ല, ആർക്കും നിയമത്തിനെ പേടിയില്ല. ഇനി നമ്മൾ ഒരാൾ നിയമത്തിനെ പേടിച്ച് നല്ലപോലെ ജീവിച്ചു പോയാൽ മറ്റുള്ളവർ വേറൊരു കണ്ണിൽ നോക്കി കാണാം, ഇവനെന്താ ഇങ്ങനെ നടക്കണേ, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് നമ്മളെ നാട്ടിൽ. എല്ലാവർക്കും എന്ന് ഞാൻ പറയണില്ല, ചിലവർക്ക്. ഇവിടെയാണ് വെള്ളക്കുപ്പി മൈദുബായ് വേണ്ട ഇത്. ഇവിടെ പിന്നെ വേണമെങ്കിൽ പലതരം ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും, എല്ലാം ഉണ്ട്. നമുക്ക് പക്ഷേ അത് വേണ്ട. നമുക്ക് പൈസ ഇടുക, വെള്ളം ഇത് കൂടെ വരും, പൈസ ഇത് കൂടെ ഇടുക. പൈസ ഇതിലിടുക, ആ വർക്ക് ചെയ്യില്ല. ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. പുഷ് ടു സ്റ്റാർട്ട്. നമുക്ക് വേണ്ടത് ഒരു ദൂരത്തിന് വെള്ളം. നമ്മൾ പൈസ ഇട്ടു, പൈസ തിരിച്ചു തന്നല്ലോ. എന്താ ഇത് തിരിച്ചു തന്നെടുക്കാണ്, അതെന്താവും? കാർഡ് പേയ്മെൻറ്റ് നടക്കുള്ളൂ എന്നുണ്ട്. കോയിൻ റിട്ടേൺ ഒന്നുകൂടി ചെയ്ത് നോക്കാം. പുഷ് ടു സ്റ്റാർട്ട്. പ്രോഡക്റ്റ് നമുക്ക് വേണ്ടത് വെള്ളക്കുപ്പി. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പൈസ എടുക്കലോ തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യാം, അതപ്പോൾ നടക്കുള്ളൂ. ഞാൻ എന്തായാലും കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ വെള്ളം വന്നിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളം. ഇവിടെ ഈ മെഷീനിൽ പെപ്സി, സാധാ വെള്ളം, പിന്നെ ഇതൊക്കെ കിട്ടും. ഇതിലിട്ടാൽ മതി, ഇതിലിട്ടാൽ മതി. പക്ഷെ അതിൽ ഒരു ദീർഘം തന്നെയാണ്. ആ വെള്ളക്കുപ്പി വാങ്ങിയാൽ മതി. ഇനിയിപ്പോൾ കാര്യമില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കാം. ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കാം. വേറെ ഒരാളവിടെ ഇരുന്ന് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കും. ഭയങ്കര നല്ല തണുത്ത വെള്ളം. ഇനി ബോട്ട് പോകണ്ടേ, ബോട്ട് പോകാനുള്ള പൈസയൊക്കെ ഇപ്പോൾ വെള്ളം കുടിച്ചായി. ഇനിയിപ്പോൾ എന്താ കാട്ടുക, ബോട്ട് പോകാനുള്ള പൈസയൊക്കെ ഇപ്പോൾ എടുത്ത് വെള്ളം കുടിച്ച്. ഇനിയിപ്പോൾ എന്താ കാട്ടുക, തിരിച്ച് നടക്കുക. പൈസ ഉണ്ട്, പക്ഷേ ചില്ലറാക്കണം. ചില്ലറ അവിടെ നിന്ന് അങ്ങനെ തരുമോ അറിയില്ല, ചോദിച്ചു നോക്കാൻ. ബൈക്കാൻ 2-5 ചില്ലറില്ല ഗൈസ്. भाई 10 है, चेंज होगा? 10 चेंज होगा? चेंज कितना? 10 का? हाँ 10 का. मेरे पास चेंज था, पर मैंने पानी खरीद लिया.
അതാണ് അതിൻ്റെ ഫ്രണ്ട്, അതിൻ്റെ ബാക്ക് സൈഡ്. പൈസ കൊടുക്കും ബാക്കി വാങ്ങാം. ഇൻഫ്ലുവൻസർ ശമ്പളം ഓള് പറഞ്ഞാൽ വെയിലടിക്കും നാച്ചുറൽ ഗോൾഡ് നല്ല ചൂട്, ദുബായ് നല്ല ചൂടാണ്. നിങ്ങൾ മലയാളിയാ? നാട്ടിലാണ്? ബംഗ്ലാദേശ്. മലയാളം പഠിച്ചതാ? നമ്മളെ കാട്ടി ഫ്ലുവൻ്റായിട്ട് മലയാളം പറയണേ. എന്തായാലേ ഞാൻ കരുതി മലയാളിയാണ്. 20 വർഷമായിട്ട് ദുബായിലാണ്. അപ്പോൾ दुबई के बारे में क्या बोले? दुबई के बारे में, दुबई पहले से अभी बहुत डेवलप, देखने में बहुत अच्छा लगता है. बड़ा बड़ा बिल्डिंग बना था, 135 फ्लोर. कानून फर्स्ट क्लास कानून, फर्स्ट क्लास कानून. അതായത് നിയമം ഫസ്റ്റ് ക്ലാസ്സാണ് ഇവിടെ. നിയമമാണ് ഇവിടെ മെയിൻ. അതാണ് മൂപ്പര് പറഞ്ഞത്. 20 വർഷമായിട്ട് നല്ല സേഫാണ് ഇവിടെ.